നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. ഈ ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തിലും ഏതാണ്ട് അതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് നല്ല വളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രാജ്യസഭയിൽ. തൃണമൂൽ മറ്റേ ചിലരൊക്കെ അഴുകി പോയിക്കൊണ്ട് തൃണമൂലിലൊരു 3 MP അല്ലേ? അതെ, അവര് തൃണമൂലിന് ആകെ 19 MP രാജ്യസഭയിലുള്ളത്. അതിൽ 3 പേര് രാജിവെച്ചു. BJP ചേരുകയും ചെയ്തു. BJP ചേർന്നു. അവരിപ്പോൾ BJP സ്ഥാനാർത്ഥികളായിട്ട് രാജ്യസഭയിലേക്ക് മത്സരിക്കും എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. കാരണം BJPക്ക് നല്ല ഭൂരിപക്ഷം. ഇത് ഈ വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ പുറത്ത്. അവർ മെനങ്ങാന്നങ്ങണ്ടോ BJPയിൽ ചേർന്നു ഔദ്യോഗികമായിട്ട്. ഇന്നലെ തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമമൊന്നും ബാധകമല്ല. രാജിവെക്കുന്നു. അതെ, പുതുതായിട്ട് മത്സരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നു, ജയിച്ചു. അതെ. ഇപ്പൊ എന്തായാലും ഇത് അവർക്ക് സർക്കാരിന് കുറച്ച് പണം ചെലവാകും. അതെ, തീർച്ചയായിട്ടും. അവർ രാജിവെച്ച് അവർ പുറത്തു പോകുമ്പോൾ BJPക്ക് വേണമെങ്കിൽ വേറെ തങ്ങളുടെ 3 സ്ഥാനാർത്ഥികളെ വയ്ക്കാമായിരുന്നു, അല്ലേ? അല്ല, അത് പക്ഷെ അതൊരു അവരുമായിട്ട് ധാരണയുണ്ടാക്കി തന്നെയാണ് അത് ചെയ്തത്. രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ ആ 3 പേരും അക്കോമഡേറ്റ് ചെയ്ത് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭ MPമാരുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് BJPയുടെ നീക്കം, അല്ലേ? മറ്റു പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിലെ ചില കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് തൃണമൂലിന്റെ വിഷയത്തിലേക്ക് വരാം. അതായത് BJP NDAക്ക് ഇവർ 3 പേരും കൂടെ ചെല്ലുമ്പോൾ 154 ആവും സംഖ്യ. 63 വേണമല്ലേ? 2/3 മെജോറിറ്റിക്ക് 9 പേരുടെ കുറവുണ്ട്. അതാണ് ഇതിനകത്ത് കാണുന്നൊരു കാര്യം. BJPക്കാണെങ്കിൽ നിലവിൽ 114 ഇവർ പിന്നെ ഇനി 123 ആണ് മെജോറിറ്റിക്ക് വേണ്ടത്, അതായത് ഭൂരിപക്ഷം വേണ്ടത്. അപ്പോൾ 114 3 കൂടെ ചേരുമ്പോൾ 117 ആയി. 123 ആകാൻ പിന്നെ ഒരുപാട് ആൾക്കാരുടെ ആവശ്യമില്ല. ഇതാണ് ഇതുള്ളത്. പിന്നെ ഇന്ത്യ ബ്ലോക്കിന് 64 പേരേ ഉള്ളൂ. പിന്നെ DMK, പിന്നെ BJDയിൽ നിന്ന് 5 പേര്, അതായത് 8 പേര് DMKയിൽ നിന്ന്, 5 പേര് BJDയിൽ നിന്ന്, 3 പേര് APയിൽ നിന്ന്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു കുറച്ച് MPമാർ പ്രത്യേകം ബ്ലോക്കായിട്ടിരിക്കുന്നു. അവർ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നില്ല. ഇപ്പോൾ അവർ പ്രത്യേകം ബ്ലോക്കാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യസഭയിൽ BJPക്ക് ഒരു വലിയ അപ്പർ ഹാൻഡ് വരാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ബില്ല് വരുന്ന സമയത്ത് രാജ്യസഭയിലും ലോക്സഭയിലും ഈ DMK ഒക്കെ പിന്തുണച്ചാൽ എന്ത് ചെയ്യും? അത് ഇന്ത്യ മുന്നണിക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ കണക്കാണ് നമ്മൾ ഈ ബംഗാളിൽ നിന്നുള്ള 3 രാജ്യസഭാ MPമാരുടെ രാജിയും അവർ BJPയിൽ ചേർന്നതും BJP ടിക്കറ്റിൽ മത്സരിക്കുന്നതും ഒക്കെ ആയിട്ട് ചേർത്ത് വായിക്കേണ്ടത് ഈ കണക്കാണ്. വളരെ രസകരമാണ്. BJP വളരെ കൃത്യമായ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് തന്നെ നമുക്കതിനകത്തുനിന്ന് പറയാൻ പറ്റും. ഇപ്പോൾ 294 സീറ്റാണല്ലോ അവിടെ ഉള്ളത്. ആ 294 പിന്നെ 207 സീറ്റുകൾ BJPക്ക് ഇപ്പം നിലവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയ പ്രയാസമൊന്നുമില്ലാതെ ഈ 3 പേരെയും ജയിപ്പിച്ചു വിടാം. അതായത് സുഖേന്ദു ശേഖർ റോയ്, അദ്ദേഹത്തിൻ്റെ കാലാവധി 2029 സെപ്റ്റംബർ 18 വരെയാണ്. 2 വർഷം ഉണ്ട്. അതുപോലെ സുസ്മിത ദേവ്, അവരുടെ കാലാവധി 2030 ഏപ്രിൽ 2 വരെയുണ്ട്. ഈ സുസ്മിത ദേവ് നേരത്തെ കോൺഗ്രസ്സിലായിരുന്നു, മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷയൊക്കെ ആയിരുന്നു. 2021 അവർ തൃണമൂലിലേക്ക് വരുന്നത്. സുഖേന്ദു ശേഖർ റോയ് 2011 മുതൽ തൃണമൂലിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ മൂന്നാമതൊരാൾ കൂടിയുണ്ട്, അതായത് പ്രകാശ് ചിക് ബരായക്. ഈ ബരായക്കിൻ്റെ 2029 സെപ്റ്റംബർ 18 വരെയുണ്ട് അദ്ദേഹത്തിൻ്റെതും. അപ്പോൾ ഈ 3 പേരെയാണ് ഇപ്പോൾ രാജിവെപ്പിച്ചിട്ട് മത്സരിപ്പിക്കുന്നത്. അപ്പോൾ തൃണമൂലിൻ്റെത് 7 കുറഞ്ഞു. BJPക്ക് 114 എന്നുള്ളത് 117 ആകും. NDAക്ക് 151 154 ആകും. പിന്നെ ഒരു 9 സീറ്റ് കൂടെ കിട്ടിയാൽ അവർക്ക് 3/2 ഭൂരിപക്ഷം രാജ്യസഭയിൽ നേടാൻ പറ്റും എന്നുള്ളതാണ്. അത് മിക്കവാറും DMKയും BJD ബിജു ജനതാദളുമൊക്കെ അവരുടെ കൂടെ നിൽക്കാനാണ് സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം
നമ്മൾ ഇവിടുത്തെ സാധ്യതകളെ നമ്മൾ വിലയിരുത്താൻ, ഇവിടുത്തെ തൃണമൂലിൻ്റെ സാധ്യതകളെ. അതുപോലെ തന്നെ ഇപ്പം ബംഗാൾ സർക്കാരിനും അവിടെ ഭരണം തീരുന്നതുവരെ 3 എംപിമാരെ ലൈവായിട്ട് കിട്ടുകയാണ് അല്ലേ? അല്ല, ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് തൃണമൂലിൻ്റെ സാധ്യതകളെ എന്നാണ് അല്ലേ? അല്ല, BJPയുടെ സാധ്യതകളെ ഞാൻ പറഞ്ഞു. ബംഗാൾ സർക്കാരിന്, പശ്ചിമ ബംഗാൾ സംസ്ഥാനം ഭരിക്കുന്ന സുവേന്ദു അധികാരി സർക്കാരിനും ഈ 5 കൊല്ലത്തേക്ക് 3 സ്ഥിര എംപിമാരെ രാജ്യസഭയിലേക്ക് കിട്ടുകയാണ്. മാത്രമല്ല 2029 കാത്തിരിക്കേണ്ടി വന്നു. അതെ, കാത്തിരിക്കേണ്ടി വന്നേനെ. ഇപ്പോൾ അതുണ്ടായില്ല. എന്തായാലും 3 പേരെ കിട്ടുകയാണ്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നത് തൃണമൂലിന് ഇനി ഭാവിയിൽ ഒരു MPയെ മറ്റോ ഒക്കെ അവിടുന്ന് 1-2 പേരെ ജയിപ്പിച്ചു വിടാൻ പറ്റുള്ളൂ. ബാക്കി അത് തന്നെ തൃണമൂൽ ഞാൻ അതിലേക്ക് വരാം. തൃണമൂൽ പിളർന്നു നിൽക്കുകയാണ്. ഋതബ്രത ബാനർജിയുടെ കൂടെയാണ് 65 MLA-മാരുള്ളത്. അപ്പോൾ മമതയെ സംബന്ധിച്ചിടത്തോളം ഇനി രാജ്യസഭയിലേക്ക് മമതയുടെ പക്ഷത്തുനിന്ന് ഒരാളെ ജയിപ്പിച്ച് വിടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ തൃണമൂലിൽ നിന്ന് രാജിവെച്ച സുസ്മിത ദേവ്, സുഖേന്ദു ശേഖർ റായ്, പ്രകാശ് ചിക് ബരായക്, ഇവർ 3 പേരും കൽക്കട്ടയിലെ BJP ആസ്ഥാനത്ത്, സാൾട്ട് ലേക്കിലുള്ള BJP ആസ്ഥാനത്ത് നടന്നൊരു ചടങ്ങിലാണ് BJP അംഗത്വം സ്വീകരിച്ചത്. സമീക് ഭട്ടാചാര്യ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യയാണ് ഇവർക്ക് അംഗത്വം കൊടുത്തത്. അപ്പോൾ ഇവരുടെ വരവ് BJPക്ക് വലിയ കരുത്ത് പകരും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. 3 പേര് ഒരുമിച്ച് രാജിവെച്ചപ്പോൾ അത് വലിയ ആഘാതമാണ് തൃണമൂലിന്, പ്രത്യേകിച്ച് മമതാ പക്ഷത്തിനുണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നഷ്ടപ്പെടുകയാണ്. മാത്രമല്ല, ഈ നേരത്തെ 28 MPമാർ ലോക്സഭയിലുണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് 19 പേരും അങ്ങോട്ടേക്ക് പോയി. വേറൊരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയുടെ ഭാഗമായിട്ട് NDAയിൽ ചേർന്നു. NDAയുടെ ഭാഗമായി. ഇനി ഈ മമതയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിൽ 9 പേരും രാജ്യസഭയിൽ 7 പേരുമാണ്. അപ്പോൾ അതത്രയും ഈ ഇന്ത്യ മുന്നണിയിൽ, മമത ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കൂടെയാണ്. മറ്റത് ഇന്ത്യ മുന്നണിയിൽ വലിയ അട്ടഹാസമായിരുന്നു. ഇപ്പോൾ അട്ടഹാസമൊക്കെ നിർത്തി വെച്ചിട്ട് സോണിയയും രാഹുലും ഒക്കെ പറയുന്നത് തലകുലുക്കി സമ്മതിച്ച് അങ്ങനെ നിൽക്കുകയാണ് മമത. അപ്പോൾ ഇപ്പോൾ 9ഉം 7ഉം 9 MPമാർ ലോക്സഭയിലും 7 പേർ രാജ്യസഭയിലും. അങ്ങനെ മമതയുടെ കരുത്ത് വല്ലാണ്ട് ചോർന്നു. അത് ഇന്ത്യ ബ്ലോക്കിനെയും ഇന്ത്യ മുന്നണിയെയും അത് ബാധിച്ചിട്ടുണ്ട്. ഇനി ഈ മമതയുടെ ഒപ്പമുള്ള കുനാൽ ഘോഷ് ഇവരെ വലിയ രീതിയിൽ ഇവരെ ആക്രമിക്കുന്നുണ്ട്. ഇവർ നന്ദി കെട്ടവരാണ്, ഇവർ അന്തസ്സില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞാണ് ആക്രമിക്കുന്നത്. സുസ്മിത ദേവ് പാർട്ടിയിലേക്ക് വന്നപ്പോൾ അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇദ്ദേഹം സിദ്ധാർത്ഥ സുഖേന്ദു ശേഖർ റേ, ഈ റേയ്ക്കും 2011 മുതൽ വിവിധ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ട് അദ്ദേഹം തോറ്റുപോയി. അവരെ എന്നിട്ട് അദ്ദേഹത്തിന് നല്ലൊരു ഇത് കൊടുത്ത് നിർത്തിയതാണ്. എന്നിട്ടും ഇവരെല്ലാം ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. ഇതിന് ജനങ്ങൾ മാപ്പ് നൽകില്ല എന്നാണ് കുനാൽ ഘോഷ് പറയുന്നത്. പക്ഷേ ഇവരെല്ലാവരും ഈ 2026 ഈ തെരഞ്ഞെടുപ്പ് തോൽവി, ആർജേക്കർ മെഡിക്കൽ കോളേജിലെ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം, അഴിമതി, ഇതിലൊക്കെ മനമെടുത്താണ് രാജിവെക്കുന്നത് എന്നവർ പറഞ്ഞു. അവർക്ക് ന്യായമായ കാരണങ്ങളുണ്ട്. അവർ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഈ ജനവിധിയിലുണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മാറുന്നത് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ മമതയ്ക്ക് മറ്റൊരു വലിയ അടി കൂടി കിട്ടിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, മമതയുടെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മമതയെ കൈവിട്ടു. കുറച്ച് ദിവസങ്ങളായി, ഏതാണ്ട് ഒരാഴ്ചയായി. അതായത് അവിടുത്തെ ചന്ദ്രിമ ഭട്ടാചാര്യ എന്ന് പറയുന്ന ആളെയാണ്, ആ വനിതയാണ് മമത സംസ്ഥാന അധ്യക്ഷയാക്കി വെച്ചത്. അവർ മൊത്തത്തിലെല്ലാം രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധവും അവർ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, അവർ മുൻ മന്ത്രിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലാ പദവികളിൽ നിന്ന് രാജിവെച്ച അവർ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചിരുന്നു. അവിടെ BJPയുടെ ഒരാളിനോട് അവർ തോറ്റുപോയി. സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു നല്ല ഫേസാണ്. അങ്ങനെയാണ് ഇവരെ സംസ്ഥാന അധ്യക്ഷയാക്കി മമത കൊണ്ടുവന്നത്. അപ്പോൾ ഈ ചന്ദ്രിമ ഭട്ടാചാര്യ രാജിവെച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ
ഇനി ഇതുമായിട്ട് തുടർന്ന് പോകാൻ സാധിക്കില്ല. ഇത്രയും വലിയ അഴിമതിയും സ്വജനപക്ഷപാതവും ഒരുപാട് കുഴപ്പങ്ങൾ മമതയും തൃണമൂലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാണ് അവർ രാജിവെച്ചത്. അവർ BJP-യിലേക്ക് പോകുമോ ഇല്ലയോ എന്നിപ്പോഴും വ്യക്തമല്ല. എന്തായാലും ഈ രാജിവെച്ച് അവർ മറ്റൊരു വലിയ പണി കൊടുത്തു കളഞ്ഞു. ഈ ബാങ്ക് അക്കൗണ്ട്, തൃണമൂലിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലെല്ലാം ഈ ഔദ്യോഗിക ഒപ്പുകാരൻ, ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഇവരായിരുന്നു. അത് നിലനിർത്തിക്കൊണ്ടാണ് അവർ പോയിരിക്കുന്നത്. ആ മമത നിയോഗിച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, ആ ബാങ്കുകളിലെ ഒപ്പ്, ആ സാധനത്തെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായ ഒരു നിലപാട് ഇതുവരെ വന്നിട്ടില്ല. അവരെന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന നിലപാട് വന്നിട്ടില്ല. ചിലർ പറയുന്നത് അവർ ഔദ്യോഗിക പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ആ ചുമതലയിൽ നിന്ന് അവർ ഒഴിവായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ മറ്റു ചിലർ അങ്ങനെ അല്ല എന്ന് പറയുന്നു. അവരിപ്പോഴും ഈ പറഞ്ഞതുപോലെ ഔദ്യോഗികമായി ഈ ഒപ്പ്, ഓതറൈസ്ഡ് സിഗ്നേറ്ററി അവരുടേതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഈ തരത്തിൽ ഇങ്ങനെ എല്ലാ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞ് രാജിക്കത്ത് കൊടുത്തെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഓതറൈസ്ഡ് സിഗ്നേറ്ററി പദവിയിൽ നിന്നും അവർ ഒഴിയാനാണ് സാധ്യത. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് ED 350 കോടി രൂപയുടെ ബാങ്ക് ബാലൻസ്, ഏതാണ്ട് 900 കോടി രൂപയുടെ ആസ്തി ഇവർക്കുണ്ട്, 350 കോടി മരവിപ്പിച്ചു. പിന്നെ മറ്റൊരു വലിയ അടി കിട്ടിയത് ഈ തൃണമൂലിൻ്റെ ആസ്ഥാനം ഋതബ്രത ബാനർജി പിടിച്ചെടുത്തു. അങ്ങനെയൊക്കെ തുടരെ തിരിച്ചടി നടക്കുകയാണ്. മാത്രമല്ല, ഇവർ ഈ ചന്ദ്രിമ ഭട്ടാചാര്യ ദംദം ഉത്തർ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്. BJP-യുടെ സൗരവ് സിക്ദാറിനോട് അവർ പരാജയപ്പെട്ടു. 3 തവണ അവർ MLA ആയിരുന്നു. ധനകാര്യം, ആരോഗ്യം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളുടെ സഹമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ തലപ്പത്തും അവർ വളരെ സജീവമായിരുന്നു. അതുപോലെ തന്നെ മുൻ മന്ത്രി ജ്യോതിപ്രിയ മല്ലിക്, സിലിഗുരി മേയർ ഗൗതം ദേബ് തുടങ്ങിയവർ ഒന്നിനു പുറകെ ഒന്നായിട്ട് രാജിവെച്ചു പോയി. ഇത് മമതയ്ക്കുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. മമത സത്യത്തിൽ തകർന്ന് തരിപ്പണമായി പോയി. അപ്പോൾ BJP വളരെ കൃത്യമായിട്ട്, ഞാൻ ഇനി അതിലേക്ക് മടങ്ങി വരാം, BJP വളരെ കൃത്യമായിട്ട് രാജ്യസഭയിൽ BJP-യുടെ അപ്രമാദിത്വം സൃഷ്ടിക്കുക, അതായത് 2/3 ഭൂരിപക്ഷം സൃഷ്ടിക്കുക മാത്രമല്ല, ആ 1/3 വരുന്ന പ്രതിപക്ഷത്തെ ഛിന്ന ഭിന്നമാക്കുക കൂടിയാണ്. അതായത് ഇപ്പോൾ ഇന്ത്യ ബ്ലോക്ക് എന്നും പറഞ്ഞൊരു സഖ്യമായിട്ടിരിക്കുന്നവർ അതിനകത്ത് മമതയുടെ കരുത്ത് ചോർന്നു. അപ്പോൾ മമതയുടെ കരുത്ത് ചോർന്നു കഴിയുമ്പോൾ കോൺഗ്രസ് സ്വാഭാവികമായിട്ടും മമതയ്ക്ക് മേൽ അപ്രമാദിത്വം കാണിക്കും. മമത ഒന്നുകിൽ അത് സഹിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് അടിയുണ്ടാക്കി ഇറങ്ങിപ്പോണം. മമതയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഈ രാഹുലിൻ്റെ പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഇരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തുടക്കത്തിലെ മമത ഉടക്കി നിൽക്കുകയാണ്. അതെ, അതുകൊണ്ട് തന്നെ ഇത് എത്ര നാൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകും എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ DMK, AAP, BJD ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കക്ഷികൾ, അതുപോലെ നമ്മുടെ ആന്ധ്രയിലെ ജഗ്മോഹൻ റെഡ്ഡി, അങ്ങനെയുള്ള ആൾക്കാർ, ഇവരെല്ലാം ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇവരിപ്പോൾ നമുക്ക് തോന്നും ഇവരെല്ലാം മാധ്യമങ്ങളുടെ ഒരു കളി ഇതിനകത്തുണ്ട്. ഈ ഇന്ത്യ ബ്ലോക്ക് എന്നും പറഞ്ഞ് ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരുമിച്ചങ്ങ് കാണിക്കും. പക്ഷേ ഇവർ ഒരുമിച്ചാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവരെല്ലാവരും കോൺഗ്രസുമായിട്ട് പലപ്പോഴും പല കാര്യങ്ങളിലും തർക്കിച്ചും പിണങ്ങിയും ഒക്കെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു നിർണായക ഘട്ടത്തിൽ ഇവർ കോൺഗ്രസിനൊപ്പം ചേർന്ന് വോട്ട് ചെയ്യും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. ഒരു പക്ഷേ ഇവർ സഭയിൽ നിന്ന് മാറി നിന്നാൽ എന്ത് ചെയ്യും? അതായത് സഭയിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം, അല്ലെങ്കിൽ അതിലെ ഭൂരിപക്ഷം എന്നൊക്കെ അങ്ങനെ വരുന്ന ബില്ലുകളിൽ അങ്ങനത്തെ വോട്ടിങ് നടക്കും. അപ്പോൾ ഇവർ വിട്ടുനിന്നാൽ അത് BJPക്ക് ഗുണം ചെയ്യും. അപ്പോൾ BJP വളരെ കൃത്യമായിട്ട് കരുക്കൾ നീക്കി അവരുടെ ഭൂരിപക്ഷം ഉറപ്പിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, പ്രതിപക്ഷത്തെ ഛിന്ന ഭിന്നമാക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ ശക്തിയെ, കരുത്തിനെ ചോർത്തിക്കളയുകയാണ്. അതാണ്. അപ്പോൾ എന്നിട്ട് മമതയുടെ കൂടെ MP-മാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. 9 പേര് ലോക്സഭയിലുണ്ട്, 7 പേര് രാജ്യസഭയിലുണ്ട്. പേരിന് മമതയുടെ കൂടെ നിൽക്കാൻ ആളുണ്ട്. അവർ തന്നെ നാളെ മമതയുടെ ഒപ്പം കാണുമോ എന്നൊരു ഉറപ്പില്ല. അതായത് BJP ഇതിനെ മൊത്തം ഇങ്ങ് വിഴുങ്ങി എന്ന് പറയുന്നതിന് പകരം പതുക്കെ ഘട്ടം ഘട്ടമായിട്ട് ഈ ഇങ്ങനത്തെ ഒരു മമതയാകട്ടെ, അഖിലേഷ് ആകട്ടെ,
ഇനി അത് ചെയ്യാനുള്ളത് തെക്കൻ സംസ്ഥാനങ്ങളിലാണ് BJPയുടെ ആ നീക്കം. അതിൽ ആന്ധ്ര വരെ എത്തി നിൽക്കുന്നു. കർണാടക സംസ്ഥാന ഭരണം മാറിയാൽ ഇതിൻ്റെ കളി മാറി. തമിഴ്നാട്ട് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടും കേരളവുമാണ് അവരുടെ കയ്യിൽ BJPയുടെ കയ്യിൽ പെടാതെ നിൽക്കുന്ന 2 സംസ്ഥാനങ്ങൾ. BJPക്ക് രാജ്യസഭയിലേക്കോ ലോക്സഭയിലേക്കോ BJPക്ക് MPമാരെ കിട്ടാത്ത 2 സംസ്ഥാനം ഇതാണ്. ഈ 2 സംസ്ഥാനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ BJPക്കെതിരെ ഒരു പട നയിക്കാനുള്ള ശേഷി ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ BJPയുടെ മുന്നോട്ടുള്ള കുതിപ്പ് ഒക്കെ കാത്തിരുന്ന് കാണാം. രാജ്യസഭയിൽ പ്രത്യേകിച്ചും BJP കംഫർട്ടബിളായ ഒരു മെജോറിറ്റിയിലേക്ക് 3/2 ഭൂരിപക്ഷത്തിലേക്ക് NDA കൊണ്ടുവരാനും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനും സാധിച്ചിരിക്കുന്നു. ലോക്സഭയിലാണ് ഇനി ഇത് ആവർത്തിക്കേണ്ടത്. ലോക്സഭയിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എത്താൻ ഇപ്പോൾ സാധിച്ചിട്ടില്ല. 240 സീറ്റേ ഉള്ളൂ. ഏതാണ്ട് 283 സീറ്റുകൾ വേണ്ടി വരും. ഇനിയും 43 സീറ്റുകൾ വേണം. പക്ഷേ NDAക്ക് ഇപ്പോൾ ഏതാണ്ട് 319 മറ്റോ സീറ്റുകളായിട്ടുണ്ട്. NDA കുറെ കൂടെ കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നു. BJP അവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക്, കേവല ഭൂരിപക്ഷത്തിലേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വലിയ താമസം കൂടാതെ NDA സഖ്യം 3/2 ഭൂരിപക്ഷത്തിലേക്ക് ലോക്സഭയിലും വരും എന്നാണ് ഈ പോക്ക് പോയാൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അങ്ങനെയാണ്.